വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വിഭവങ്ങളോട് നമുക്ക് പ്രത്യേകതരം ഒരു താല്പര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? അതും നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഐറ്റംസുമുണ്ട്. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരാനായിട്ടാണ്. ഇത്ര ഐറ്റംസ് മതി നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ നമുക്കെടുക്കാം. എൻ്റെ കയ്യിൽ ബ്രെഡ് പൊടി ഇല്ലായിരുന്നു, റസ്ക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തത് വയ്ക്കുക. പിന്നീട് 2 ഉരുളക്കിഴങ്ങും ഒരു ബീട്രൂട്ടും വേണം. അത് നമ്മൾ കുക്കറിലിട്ട് നല്ലതുപോലെ വേവിക്കുക. അതായത് ഏകദേശം ഒരു 3 വിസിലാകുമ്പോൾ ഓഫ് ചെയ്യുക. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഒന്ന് ആറി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ച് ഉടയ്ക്കാൻ വേണ്ടിയാണ് നല്ലതുപോലെ തണുക്കണമെന്ന് പറഞ്ഞത്. നല്ലതുപോലെ ഉടച്ച് ഒന്ന് മാറ്റി വെച്ചിരിക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മസാല കൂട്ടാനാണ്. മസാല കൂട്ടാൻ വേണ്ടി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടാകുന്നിടം വരെ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ചീനിച്ചട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചീനിച്ചട്ടി വെച്ചത്. നിങ്ങളുടെ ഏത് പാത്രമാണോ ഉള്ളത് ആ പാത്രം വയ്ക്കുക. പാനാണെങ്കിൽ അതും നല്ലതാണ്. വായ്ക്ക് വിസ്താരമുള്ള പാത്രങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് എളുപ്പം, നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പത്തിന് അങ്ങനെയുള്ള പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നും. ഇനി എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു, എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തു, സവാളയും ഇട്ട് കൊടുക്കുന്നു. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വാടാൻ വേണ്ടി വയ്ക്കാം. ഒന്ന് വാടി വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. ഏകദേശം സവാളയൊക്കെ വാടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മളുടെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. അത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എനിക്കങ്ങനെ അളവ് എടുക്കുന്നത് എളുപ്പം ഇങ്ങനെ എടുക്കുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എടുക്കുക, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർ നമുക്കതിൻ്റെ അനുസരിച്ച് കൂട്ടിയിടാം. ഇത് നമ്മളെടുക്കുന്ന മസാലയുടെ അനുസരിച്ചിട്ടാണ്, നമുക്ക് സാധനങ്ങളുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ മസാല കൂട്ടുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടെ വേണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് ആ ഉടച്ചു വെച്ചിരുന്ന കിഴങ്ങും ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. അപ്പോഴേക്കും നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടായതിന് ശേഷം വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കി പരിപാടി നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിലാക്കി വെച്ചത് എടുത്ത് മുട്ടയിലോട്ട് ഇടുക. മുട്ടയിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ആ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ആക്കി അത് ബ്രെഡ് പൊടിയിലോട്ട് റസ്ക് പൊടിയിലോട്ട് ഒന്ന് മുക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും ആയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് ശേഷം നമ്മളിത് എണ്ണ തിളച്ചോ നോക്കുക. തിളച്ച എണ്ണയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കണം. തിളച്ച എണ്ണയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് തവി വെച്ച് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ.
ഒന്ന് ഇതാക്കി കൊടുത്ത് അത് ഫുള്ളും അതിലേക്ക് പറ്റിക്കോളും. എണ്ണ പറ്റുന്നിടം വരെ നമ്മളൊന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് എണ്ണ നമ്മൾ വേസ്റ്റ് ചെയ്യണം. ഇത് ഉപയോഗിച്ചതിന് ബാക്കി എണ്ണ നമുക്ക് വെച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി എണ്ണ ഉപയോഗിക്കേണ്ട, വളരെ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചാൽ മതി. അത് നല്ലതുപോലെ ഒന്ന് വേകാൻ വേണ്ടി നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനൊരു 3 എണ്ണം വെച്ചിട്ടാണ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ അത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു രക്ഷയില്ല. ഏകദേശം ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. സൂപ്പറാണ്. താങ്ക് യു. ബൈ ബൈ.